ഇപ്പൊ ഈ മൂവിയിൽ തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിലേക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. എന്റെ ത്രൂ ഔട്ട് കൊറിയോഗ്രാഫർ ഞാനായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും എന്റെ പേര് സ്വത്തെന്നാണ്. അതെ, എന്റെ പേര് എനിക്ക് നന്നൂസ് ആരും വിളിക്കാറൊന്നുമില്ല. അതെ, എന്റെ പേര് നീമ മാത്യു എന്നാണ്. അത് ഞാൻ അങ്ങനെയാ എന്ന് വെച്ചാ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ചെയ്ത സമയം ഉണ്ടായിരുന്നു. സഞ്ജു വന്ന സമയത്ത് ഞാൻ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പറയും. ഇപ്പോഴാണ് കുറച്ച് എനിക്ക് ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെ തോന്നി. ഇച്ചിരി വേണ്ട, എന്നാലും ഒരു ഓക്കെ ആയിട്ട് നടന്നാൽ മതി. ഇല്ല, എനിക്ക് ഹാപ്പിനെസ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിലിമിൽ വരുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് മന്ത്ലി ഇൻകം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പാഷന് ഇറങ്ങിയത്. എനിക്ക് 1 lakh സാലറിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് സഫർ ചെയ്തതാണ് ഇപ്പം ഇവിടം വരെ എത്തിയത്. നമ്മുടെ ഒരു ഡ്രീം മൊമെന്റ് എത്തിച്ചേരുക എന്ന് പറയുന്ന ആ ഒരു ടൈമില്ലേ, അതായത് എൻ്റെ ഇപ്പം റൈറ്റ് ടൈം ആ ഒരു തിയേറ്ററിൽ കാണാന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ നമ്മുടെ ഫേസ് തന്നെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് കരഞ്ഞു പോകും. അതേപോലെ എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഓഗസ്റ്റ് 30 റിലീസാവുന്ന കട്ടപ്പാടത്തെ മാന്ത്രി എന്ന സിനിമയിലെ നായികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നീമ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഈ മൂവി റിലീസ് ആവാൻ പോകുന്നു. ഈ വരുന്ന 30 കാണാൻ മറക്കില്ല കേട്ടോ. ഇല്ല, കാണാൻ മറക്കില്ല. അപ്പൊ എത്രാമത്തെ സിനിമയാണ് ഇത്? ഇതിന്റെ സെക്കൻഡ് മൂവിയാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതാണോ അതോ? അല്ല, ഞാൻ ഗുമസ്തൻ എന്ന് പറയുന്ന മൂവിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ കോള് വരുന്നത്. അപ്പോ ഞാൻ ഇങ്ങോട്ട് ആദ്യമായിട്ട് തിയേറ്ററിൽ റിലീസ് ആവുന്നത് കട്ടപ്പാടത്തെ മാന്ത്രികനാണ്. ചെയ്ത വർക്ക് ഗുമസ്തനാണ്. അതെ അതെ. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? സിനിമയിലോട്ട് എത്തുന്നത് തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, സോഷ്യൽ മീഡിയ അത് തന്നെയാണ് യൂസ് ചെയ്തത്. അല്ലാതെ എനിക്ക് വേറെ കണക്ഷൻസ് ആർക്കാരൊന്നും അറിയില്ല. അപ്പോൾ നമ്മളുടെ ഒരു അഭിനയിക്കുന്നതും ആക്ടിങ് ലെവലും പിന്നെ ഡാൻസും എല്ലാം ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫീൽഡ് കണ്ടിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ് ഈ മൂവിലോട്ട്. ഭയങ്കര ആഗ്രഹമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ആക്ട് ചെയ്യണമെന്ന് ഇഷ്ടം, ഡാൻസ് ചെയ്യുന്നത് ഇഷ്ടം. അങ്ങനെ പാഷന് പിന്നാലെ പോയതാണ് ശരിക്കും. അപ്പൊ ഏതാണ് കൂടുതൽ ഇഷ്ടം? ഏത്, ആക്ടിംഗ് ആണോ ഡാൻസിങ് ആണോ അതോ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനാണോ? ഇല്ല, എനിക്ക് ആക്ടിംഗ് ആണ് ഇഷ്ടം. എന്നാലും ഡാൻസ് ഒപ്പം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ മൂവിയിൽ തന്നെ ഒരു സോങ് ഒക്കെ ഉണ്ട്, അപ്പൊ അതിലേക്ക് ഡാൻസ് കളിക്കാൻ പറ്റി. എന്റെ ത്രൂ ഔട്ട് കൊറിയോഗ്രാഫർ ഞാനായിരുന്നു. കൊറിയോഗ്രാഫറും സിനിമയുടെ കൊറിയോഗ്രാഫറും അതെ അതെ. സുമിത്തേട്ടനൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഡാൻസിന്റെ ഒരു ഇതിലൊക്കെ. അപ്പോൾ ഞങ്ങക്ക് പറ്റിയ സ്റ്റെപ്പുകള് എനിക്ക് സുമിത്തേട്ടനും കൂടെ അത് ഞങ്ങൾ ഓൾറെഡി കൊറിയോഗ്രാഫ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ മൂവിയുടെ സോങ് നമുക്ക് തരുമ്പോൾ ഷൂട്ടിന്റെ ഇടയിൽ വെച്ചിട്ട് പാക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഡാൻസ് ഒക്കെ പഠിക്കുന്ന ഒരു സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ടേക്ക് എടുത്തപ്പോൾ സുമിതേട്ടൻ ഇതൊക്കെ മറന്നുപോയി. അപ്പൊ ഞാൻ ഇതല്ലല്ലോ അപ്പൊ പഠിപ്പിച്ചത് എന്നൊക്കെ ഓർത്ത് പിന്നെ ആ സുമിതേട്ടന് പറ്റുന്ന ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചിരിച്ച് കുട്ടി റൊമാൻസ് ഒക്കെ എടുത്ത് ആ ഒരു സോങ് കംപ്ലീറ്റ് ചെയ്തു. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഷോർട്ട് ഫിലിം അങ്ങനെ? ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ആൽബം സോങ് എന്ന് പറയുന്നത് സജീർ കോപ്പത്തിന്റെ കൂടെ വർക്ക് ചെയ്തതാണ്. നദി എന്ന് പറയുന്ന ഒരു ആൽബമാണ്. ഞങ്ങൾ കാശ്മീരാണ് ഷൂട്ട് ചെയ്തത്. അതാണ് എന്റെ ഫസ്റ്റ് പ്രോജക്ട്. ഗുമസ്തൻ. നായികയായിട്ടാണ് ബിബിൻ ജോർജ്. അല്ല, അമൽ കെ ജോബിയാണ് സർ ഡയറക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ആ മൂവി ഇതുപോലെ കുഴപ്പമില്ല, അതിലും സോങ് ഒക്കെ ഉണ്ട്. സ്റ്റീവൻ ദേവസിയാണ് സാറിന്റെ ആണ് സോങ് ഒക്കെ. നല്ലതാണ്. ഇനി ഒരു തമിഴ് പ്രോജക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഈ വർഷം എൻഡില് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് എപ്പോഴും നമുക്ക് മലയാളം എന്താ അങ്ങനെയല്ല. നമ്മൾ ആക്ട് ചെയ്യുമ്പോ നമുക്ക് ഇപ്പൊ ഏത് ലാംഗ്വേജ് ആണെന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ലാംഗ്വേജ് ആണെങ്കിൽ നമ്മൾ ആക്ടിങ് ഈസ് ആക്ടിങ്. അപ്പൊ അതിപ്പോ തമിഴാണെങ്കിലും എനിക്ക് തമിഴ് അറിയാം. തെലുങ്ക് എനിക്ക് അറിയില്ല, അറിയില്ല.
എന്താ പറയാ നോർത്ത് ഇന്ത്യൻ ലുക്കൊക്കെ ഉള്ളതുകൊണ്ടേ അവിടേക്കും വിളിക്കാലോ. അറിയത്തില്ല, എല്ലാം വിളിക്കട്ടെ. തമിഴ് അറിയാം, കന്നഡ അറിയാം, കന്നഡ ഒക്കെ പ്രോപ്പർ ആണ്. പിന്നെ മലയാളം നമുക്ക് പിന്നെ നമ്മൾ ഒട്ടും മോശമല്ലല്ലോ. അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഈ സിനിമയിലെ മിന്നു എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. കിച്ചുവിന്റെ പേരാണ്. കിച്ചു എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണറാണ്. പണ്ടത്തെ പ്രേമൊക്കെ ഇല്ലേ, ഫോണൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും കിച്ചുവിനെ കാണാൻ വേണ്ടി എന്ത് റിസ്കിലാണെങ്കിലും വീട്ടിലേക്ക് എതിർത്തിട്ടാണെങ്കിലും ഇറങ്ങി ചെല്ലും. കിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പാവം കിച്ചു ആണ്. ആ ഒരു പാവത്താനും ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതാണ് മിന്നു. അപ്പൊ കിച്ചുവിനെ കാണാൻ ആരെതിർത്താലും പോവും. നല്ല എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. കിച്ചുവിന്റെ ഒരു ഡ്രീം ട്രൂ ആവുന്ന ഒരു മൊമെന്റ് ആണ് ഫിലിം. ശിവാജി ഗുരുവായൂരാണ് അച്ഛനായിട്ട്. അതെ അതെ. പിന്നെ വിനോദേട്ടനുണ്ട്. അവരുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിത് ഇപ്പോഴും ശിവജി സാറോടൊന്നും തോന്നില്ല. എല്ലാ ഇന്റർവ്യൂലും ഞാൻ പറയും എനിക്ക് പേടിയാണ്. അപ്പോ എൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. അപ്പം എനിക്ക് അപ്പം നമ്മുടെ കൂടെ വന്നിരിക്കുമ്പോഴൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തത് പക്ഷെ നമുക്ക് ഡയലോഗ് കിട്ടിക്കഴിയുമ്പോൾ സാറിൻ്റെ ഒരു ലൗഡ് വോയിസ് ഉണ്ട്. പിന്നെ സ്പെഷ്യലി ഞാൻ പേടിച്ചത് അത് സാറിന് പോലും അറിയുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കാതൊക്കെ ഇരുന്നു. കാരണം എൻ്റെ വഴക്ക് പറയുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ ശരിക്കും ഞാൻ പേടിച്ചത് തന്നെയാണ്. എന്നെയാണ് വഴക്ക് പറയുന്നത്, ഞാൻ ചെയ്യാത്തതിനാണോ വഴക്ക് പറയുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. സ്റ്റക്കായി പോയി ഇത്രയും സൗണ്ട് എടുത്ത് വഴക്ക് പറഞ്ഞപ്പോൾ. അപ്പോൾ സാറിൻ്റെ കൂടെയൊക്കെ എനിക്കൊന്ന് മകളായിട്ട് കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വിനോദേട്ടന് നല്ല അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൂളാണ്. എല്ലാവരും സെറ്റിലുള്ള എല്ലാവരും ഒരു ഇപ്പൊ എന്താ പറയാ, എല്ലാരും പറയണ പോലെ എല്ലാവരും അതിലിപ്പോ ഇന്ന ആള് സീനിയർ ആണ്, ഇന്ന ആള് ജൂനിയർ ആണ്, അല്ലെങ്കിൽ ഇന്ന ആള് ചായ എടുക്കും, അങ്ങനെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര അത് ഞങ്ങളെല്ലാരും ഒന്നിച്ചാണ് നിൽക്കുന്നതും. അപ്പം ത്രൂഔട്ട് സെറ്റിലാണെങ്കിലും ഒന്നിച്ചാണ് എല്ലാവരും ഉറങ്ങി പോകുന്നത്. ഒരു ചായ കുടിക്കാനാണെങ്കിലും അതിന് വേർതിരിവൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചാണ്. അപ്പം അത് കാരണം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലാണ്. സീനിയർ ആണെങ്കിലും പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം, പക്ഷെ എന്നാലും ഒരു കുറുമ്പത്തരായിട്ടൊക്കെ ഇങ്ങനെ നടന്നു സെറ്റിലൂടെ. സിനിമയുടെ കഥ കേട്ടുകഴിയുമ്പോൾ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്? എനിക്ക് ഫൈസൽ സാർ എന്നോട് പറഞ്ഞായിരുന്നു മിന്നു എന്ന് പറയുന്ന ക്യാരക്ടർ ഇങ്ങനെയാണ്, അപ്പം ഒന്ന് ഇരുന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് 2.5 മണിക്കൂറോളം ഫോൺ വിളിച്ച് ഈ മിന്നുവിന്റെ ക്യാരക്ടർ എനിക്കിങ്ങനെ ഞങ്ങളൊന്ന് ജസ്റ്റ് കണ്ടതിന് ശേഷം കഥ കേൾക്കണതും ഇരിക്കുന്നു. കാരണം സാറ് പാലക്കാട് കോഴിക്കോടാണ്, ഞാൻ കോട്ടയത്താണ്. അപ്പൊ ഞങ്ങൾ വരുന്ന ഡേറ്റ് ആ കറക്റ്റ് സമയത്താണ് ഞാൻ ഗുമസ്തനിൽ വർക്ക് ചെയ്യുന്നത്. എന്റെ പൂജ കഴിഞ്ഞ് ഗുമസ്തനിലെ പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഇതിന്റെ കോളും വരുന്നത്. അപ്പൊ എനിക്ക് കഥ കേൾക്കാനും ഈ ഇതിന്റെ അകത്തായിരുന്നു ഞാൻ ഷൂട്ടിന്. അപ്പോഴും ഈ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിന്റെ കഥ കേട്ടത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താണെങ്കിലും നമ്മളൊരു ലീഡ് ക്യാരക്ടറിനെ വിളിച്ചപ്പോ ഒരുപാട് സന്തോഷമായത്. ഇപ്പം എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാവുന്ന അറിയില്ല. ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും നമ്മളെ പടത്തില് ഉണ്ടല്ലോ. അല്ല എന്നാലും നമുക്ക് തിയേറ്ററിൽ നമ്മുടെ ഇത് കാണാമല്ലോ. നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിലും അതെ ഇൻസ്റ്റാഗ്രാമിലും അവിടെ ഇവിടെയും കാണുന്ന പോലെയുള്ള ഒരു ഇതിലല്ലല്ലോ. നമ്മള് തിയേറ്ററിൽ നമ്മളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു പ്രൗഡ് ഫീൽ ആണ്. നമ്മുടെ പാഷൻ വർക്ക്ഔട്ട് ആയതുള്ളൂ, അത്രേ ഉള്ളൂ. ഒരു സന്തോഷം. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു ഡാൻസർ ഇൻസ്റ്റയിലൊക്കെ റീൽസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ വളർന്നത് അല്ലെങ്കിൽ ആസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളോട് എന്താണ് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു ടിപ്സ് കൊടുക്കാനുള്ളത്? ഓക്കെ, എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം എൻ്റെ പ്രൊഫഷൻ അല്ല ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് തന്നെ സ്പീച്ച് തെറാപ്പിസ്റ്റാണ്. അപ്പോൾ സ്പീച്ച് തെറാപ്പിയാണത്. അപ്പം ഞാൻ ഈ പാഷനെ ഫോളോ ചെയ്തപ്പോൾ ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം ഫിനാൻഷ്യൽ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അത്ര തന്നെ സഫർ ചെയ്യുമ്പോഴും വീണ്ടും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഒരു ഡ്രീം മൊമെൻറ്റ് എത്തിച്ചേരുക എന്ന് പറയുന്ന ആ ഒരു ടൈമില്ലേ, അതായത് എൻ്റെ ഇപ്പോൾ റൈറ്റ് ടൈം ആ ഒരു തിയേറ്ററിൽ കാണാമെന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിപ്പോൾ നമ്മുടെ ഫേസ് തന്നെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് കരഞ്ഞു പോകും. അതേപോലെ എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാം കൂടെ ഒരു കൂട്ടിക്കഴിച്ചൊരു ഇമോഷനാണ്. അപ്പം നിങ്ങളോടും പറയാനുള്ളത് എന്ത് പാഷനാണെങ്കിലും വൺസ് അത് ട്രൈ ചെയ്യണം. കിട്ടാണ്ടിരിക്കുമെന്നല്ല, നിങ്ങളുടെ പാഷൻ ട്രൈ ചെയ്യുമ്പം അത് മാക്സിമം ഹാർഡ് വർക്കിലാണെങ്കിൽ അതിൻ്റെ ഒരു ഹാപ്പിനെസ് നമുക്ക് ലാസ്റ്റ് കിട്ടും. അത് ഭയങ്കര വലുതാണ്. ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് പ്രൈവറ്റ് സ്പേസ് ഒക്കെ ഇല്ലാതായി തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെ വലിയ നായികയൊന്നും ആയിട്ടില്ല. നായിക എന്ന രീതിയിലല്ല, അല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇപ്പോൾ ഏകദേശം 1 lakh മേളുന്ന ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ എവിടെയാണെങ്കിൽ ചെല്ലുമ്പോൾ ആള് തിരിച്ചറിയില്ല, ആളുകൾ തിരിച്ചറിയില്ല. എനിക്കത് ഭയങ്കര സന്തോഷമാണ് ആക്ച്വലി. എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല.
മുമ്പ് പണ്ടത്ര ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുറച്ച് കാലങ്ങളായിട്ട് എവിടെ പോയാലും അറിയുമ്പോ നമ്മളെ നന്നൂസല്ലെന്ന് എന്നോട് ചോദിക്കാറ്. സഞ്ജു, അതെ, ആളുടെ വീഡിയോ താങ്കൾ ആദ്യമായിട്ട് കാണുന്നത്. അതേനെ പലരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേർക്ക് ഞങ്ങളുടെ ഈ ഒരു ഇൻഫ്ലുവൻസ് ആൾക്കാർക്കും അതേപോലെ കുറച്ച് വെബ് സീരീസ്, ഷോർട്ട് ഫിലിം അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ നന്നൂസിനെ അറിയത്തുള്ളൂ. ഈ സ്വത്തിനെ അറിയുന്നത് സഞ്ജുവിന്റെ കൂടെ നടന്നിട്ടാണ്. അപ്പോൾ കാണുമ്പോഴും എല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് ചേച്ചി ഇഷ്ടമാണ്, നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതിന് എനിക്കൊന്നും തോന്നാറില്ല ആരോടും കൂടെ. എനിക്ക് അങ്ങനെയൊന്നും തോന്നാം. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അതിപ്പോ അവര് വരുമ്പോ കണ്ടിട്ട് ഓക്കെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഇത് എന്റെ സ്പേസ് ആണ്, ഇതിൽ വരാൻ പാടില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഫോർ സഞ്ജു ആൻഡ് ആഫ്റ്റർ സഞ്ജു എങ്ങനെയാണ് ലൈഫ്? സഞ്ജുവിനെ കിട്ടിയതിന് മുന്നേയും പ്രൈവറ്റ് സ്പേസിന്റെ ഇൻക്ലൂഡ് ആണ് ഉദ്ദേശിച്ചത്. ആളുകൾ തിരിച്ചറിയുന്നതൊക്കെ ആണെങ്കിലും ഇപ്പൊ എല്ലാവർക്കും എന്റെ പേര് സ്വത്തെന്നാണ്. അതെ, എന്റെ പേര് എനിക്ക് നന്നൂസ് എന്ന് ആരും വിളിക്കാറൊന്നുമില്ല. അതെ, എന്റെ പേര് നീമ മാത്യു എന്നാണ്. ഇവിടെ വന്നിട്ട് കുറച്ച് ഇന്റർവ്യൂവിൽ എല്ലാരും എടുക്കുമ്പോ പലരും പല പേരാ വിളിക്കുന്നത്. നന്നൂസ് എനിക്ക് നിന്നൊക്കെ പറയുന്നുണ്ട്, നീമ എന്ന് പറയുന്നുണ്ട്, എല്ലാവർക്കും പല പേരാ. അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. അതിപ്പോ സഞ്ജുവിനെ കിട്ടുന്നതിന് മുമ്പ് എനിക്ക് നന്നൂസ് എന്ന ആൾക്കാർക്ക് അറിയുള്ളൂ. ഒരു ഡാൻസർ ആണ്. അപ്പോഴും നീമില്ല. നീമ നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രൊഫൈലൊക്കെ വെരിഫിക്കേഷൻ വന്നില്ലേ, ആ ഒരു ടൈമിലാണ് ഞാൻ പേര് നീമാന്ന് ഇടുന്നത്. അപ്പോൾ എന്നെ പണ്ട് എല്ലാവർക്കും നന്നൂസ് എന്ന് അറിയാം. എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അതാണ്. അപ്പോൾ ആ ഒരു പേരിൽ എല്ലാവരും അറിയത്തുള്ളൂ. അപ്പൊ അതിനെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്നപ്പോ അങ്ങനെ അങ്ങ് പോയി. അപ്പൊ ബിഫോർ സഞ്ജു എല്ലാവർക്കും നന്നൂസ് ആണ്, ആഫ്റ്റർ സഞ്ജു എല്ലാവർക്കും സ്വത്താണ്. സ്വന്തം പേര് സിനിമയിലൂടെ നമ്മുടെ പേര് തിരിച്ചു. അതെ, അല്ല അതിലെനിക്ക് ഹാപ്പിയാണ്. കാരണം എങ്ങനെയാണെങ്കിലും നമ്മളത് തിരിച്ചറിയുന്നുണ്ടല്ലോ. അതെ, ആള് ഞാൻ തന്നെയാണ്. പിന്നെ ആ ചേച്ചി എന്ന് പറഞ്ഞിട്ട് എല്ലാരും വന്ന് അന്വേഷിക്കാറുണ്ട്. അതെനിക്ക് സന്തോഷം. സഞ്ജുവിന് ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്സ് അല്ലെങ്കിൽ ക്രിറ്റിസിസം ഒക്കെ നേരിടുന്നുണ്ട്, ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും. അത് താങ്കളുടെ ലൈഫിലേക്ക് അഫക്ട് ചെയ്യാറെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്ക് അഫക്ട് ചെയ്യാനൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിന്റെ അധികം അറിയില്ലായിരുന്നു. യൂട്യൂബ് ആൾക്കാർ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആകെ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇത് രണ്ടേ ഉള്ളൂ. എനിക്ക് യൂട്യൂബ് ഇല്ല. അങ്ങനെയായിരുന്നു. പക്ഷെ ആഫ്റ്റർ സഞ്ജു യൂട്യൂബൊക്കെ വന്ന് ആളുടെ പ്രശ്നങ്ങളും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എനിക്ക് അഫക്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇതെന്ത് ഇങ്ങനെ അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം എന്നൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ യൂട്യൂബ് എന്താണെന്ന് ഒരു ദിവസം ആള് പറഞ്ഞ് പഠിപ്പിച്ച് തന്നതിന് ശേഷം പിന്നെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, ഇങ്ങനെയാണ്, അത് പറഞ്ഞോട്ടെ. ഡോൺ കെയർ മൈൻഡ് അല്ല, അവിടെ നെഗറ്റീവ് വരുമ്പോഴേക്കും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ അവനുണ്ടായിരിക്കും. അതിലെന്നെ വിടത്തില്ല, അതെനിക്ക് ഉറപ്പാ. അതിലെന്നോടൊരു സങ്കടപ്പെടേണ്ട മൊമെന്റ് വരത്തില്ല. ഗെയിമോ? ക്വാളിറ്റി ഓർ ക്വാണ്ടിറ്റി? ക്വാളിറ്റി ആണ് ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ്? ഇനി എന്തുകൊണ്ടാണെന്ന് പറയണോ? എന്താണെങ്കിലും അതിന്റെ ഒരു ക്വാളിറ്റി. ഇപ്പം പല സാധനങ്ങളും പല ഇതിലും കിട്ടും, ക്വാണ്ടിറ്റിയിൽ കിട്ടും. പക്ഷെ അതിന്റെ ക്വാളിറ്റിയിൽ ഒരു ചെറുത് കിട്ടിയാലും ദാറ്റ് ഈസ് ഗുഡ്. ആക്ടിംഗ് ഓർ ഡാൻസിങ്? എനിക്കറിയായിരുന്നു ഇത് ചോദിക്കുന്നത്. എനിക്കറിയാം. ശരിക്കും എനിക്ക് രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഭയങ്കര ഫേവറേറ്റ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്കിങ്ങനെ കൂടുതൽ കേറി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹം ആക്ടിങ് ആണ്. കാരണം നമ്മൾ ആക്ട് ചെയ്താലും ഡാൻസ് കിട്ടുന്നുണ്ട്. എനിക്ക് ആക്ടിങ്. സ്പോണ്ടേനിയസ്. അത് ഞാൻ അങ്ങനെയാ. എന്ന് വെച്ചാ ഞാൻ പറയാം, ഒരുപാട് ഇന്റർവ്യൂ ചെയ്ത സമയം ഉണ്ടായിരുന്നു സഞ്ജു വന്ന സമയത്ത്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് പറയും. ഇപ്പോഴാണ് കുറച്ചെനിക്ക് ഇച്ചിരിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പറയണം എന്നൊക്കെ തോന്നി. ഞാനങ്ങ്
ഞാൻ എന്താണോ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് എന്നോട് ഹിന്ദി വരും ചോദിച്ചാലും സ്പോണ്ടേനിയസ് ആയിരിക്കും. പിന്നെ ആയിരിക്കും ഞാൻ അയ്യോ അത് പറയണ്ടായിരുന്നു, അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയുണ്ട്. പക്ഷെ ഇന്ന് ഇന്റർവ്യൂലൊക്കെ കുറച്ച് കെയർഫുൾ ആയിരുന്നു. പിന്നെ നമുക്ക് അറിയാവുന്ന ഇന്റർവ്യൂസ് വന്നപ്പോ അങ്ങ് കൈവിട്ടു പോയി. സോളോ ഓർ കൊളാബറേറ്റീവ്? കൊളാബറേറ്റീവ്. എന്തുകൊണ്ട്? അതിപ്പോൾ എന്താണെങ്കിലും എനിക്കൊരു പാർട്ട്ണറിൻ്റെ കൂടെ എപ്പോഴും ഇഷ്ടം. എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോൾ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഒരു കോഫി കുടിക്കാനാണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഞ്ജു. ഇന്നതേ അമ്മ ഉണ്ട് എൻ്റെ കൂടെ. യൂട്യൂബ് ഓർ ഫേസ്ബുക്ക്? എനിക്ക് രണ്ടുമില്ല. ഇല്ല. ഇല്ല, എനിക്ക് യൂട്യൂബും ഇല്ല ഫേസ്ബുക്കും ഇല്ല. അപ്പൊ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. ഇൻസ്റ്റാഗ്രാം അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞേ. ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഇതിലില്ല, കാരണം ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഇല്ലാത്ത ആരും ഇല്ലല്ലോ. അതെ, എനിക്ക് യൂട്യൂബില്ല ഇതുമില്ല. കോഫി ഓർ ടീ? കോഫി. വൈ? കോഫി കുടിച്ച് ഉറക്കം പോകും. നീയുടെ സഞ്ജു വഴക്ക് പറഞ്ഞതേ ഉള്ളൂ. ഭയങ്കര കോഫി കുടിയാണ്, ഭയങ്കര ഭയങ്കര കോഫി കുടി. ഇപ്പൊ തന്നാലും ഞാൻ കുടിക്കും. ചോറുണ്ട് കഴിഞ്ഞാലും കോഫി വന്നാൽ ഞാൻ കുടിക്കും. മ്യൂസിക് ഓർ സൈലൻസ്? മ്യൂസിക്. ഇഷ്ടമല്ല. മോഹൻലാൽ ഓർ മമ്മൂട്ടി? ഓ മൈ ഗോഡ്, അങ്ങനെ ചോദിക്കില്ലേ. എനിക്കൊരു മൂവി നിൽക്കുവാണ്, ഇങ്ങനെ ചോദിക്കില്ലേ. നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരാളെ പറയുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല, എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. കൂടുതലും ഇല്ല, കുറവില്ല. ഇപ്പൊ ചിന്തിച്ച് സംസാരിക്കാൻ അല്ല, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട്. വിജയ് ഓർ രജനികാന്ത്? വിജയ്. അതെന്താ? അത് തമിഴില് ഇപ്പൊ പറയത്തില്ല, മനസ്സിലായി. വിരാട് കോഹ്ലി ഓർ സച്ചിൻ ടെണ്ടുൽക്കർ? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി ഫാനാണ്. മെസ്സി ഓർ റൊണാൾഡോ? മെസ്സിയാണ്. എന്തുകൊണ്ട്? പപ്പ എപ്പോഴും മെസ്സിയുടെ അതും കൊണ്ടല്ലേ. റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? റിച്ച് ആൻഡ് ഫേമസ് ആൻഡ് റിച്ച് ആൻഡ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? റിച്ച് ആൻഡ് ഫേമസ് ഓർ റിച്ച് ആൻഡ് അൺനോൺ? ഓൾറെഡി ഫേമസ് ആണല്ലോ. ഇനിയിപ്പോ അല്ല, അത് ഞാനിപ്പോ ഏതർത്ഥത്തിലാണ് ഇനി ഇതിന് ഉത്തരം വരുമ്പോ ആൾക്കാർ അതാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റേത് ഒറ്റടി ഉത്തരം പറഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു ഉത്തരം അറിയില്ല ബ്രോ. റിച്ച് വേണ്ട, എന്നാലും ഒരു ഓക്കെ ആയിട്ട് നടന്നാൽ മതി. ഇല്ല, എനിക്ക് ഹാപ്പിനെസ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അത് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിലിമിൽ വരുന്നതിന് മുമ്പ് ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് മന്ത്ലി ഇൻകം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാൻ പാഷന് ഇറങ്ങിയത്. എനിക്ക് 1 lakh സാലറിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് സഫർ ചെയ്തതാണ് ഇപ്പം ഇവിടം വരെ എത്തിയത്. അപ്പോൾ എനിക്ക് ക്യാഷ് എനിക്ക് ഇതല്ല, എനിക്ക് ഹാപ്പിനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാർ ഓർ ബൈക്ക്? കാർ. അതാണ് ഇഷ്ടം. കാർ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാർ എനിക്ക് ഓടിക്കാനും അറിയാം, ബൈക്ക് എനിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പാസഞ്ചർ ഓർ ഡ്രൈവർ? എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. ഇങ്ങോട്ട് ഇപ്പൊ ഡ്രൈവ് ചെയ്താണോ വന്നത്? അതെ, സ്വന്തമായിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാനാണ് ഇഷ്ടം. വൈൻ ഓർ ഹോട്ട്? വൈൻ, ബിയർ ഓർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ആഗ്രഹങ്ങൾ, അല്ല ഇഷ്ടങ്ങൾ? വൈൻ. കുക്കിംഗ് ഓർ ബീയിങ് കുക്ക്ഡ് ഫോർ? കുക്കിംഗ് എന്ന് ചോദിച്ചത് അമ്മ ഇങ്ങനെ നോക്കുന്നു, എവിടെ കുക്ക് ചെയ്തിട്ടാന്നൊക്കെ ചോദിക്കണേ. സത്യം പറയണം. കുക്കിംഗ് ഓർ നോട്ട് ബീയിങ്? കുക്ക് ചെയ്യാനാണോ കുക്ക് ചെയ്യാതെ ഭക്ഷണം കഴിക്കാൻ മാത്രമാണോ? എനിക്ക് ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ സത്യം ടു ബി ഫ്രാങ്ക് ഞാൻ ഇപ്പൊ കുറച്ച് കുക്കിംഗ് പഠിക്കുന്നുണ്ട്. കാരണം ഞാൻ തന്നെയാണ് നിൽക്കുന്നത് ഫ്ലാറ്റിൽ, അത് കാരണം കുറച്ചൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അമ്മ വന്ന് നിൽക്കുമ്പോൾ അമ്മ എന്നെ പൊന്നു പോലെ നിൽക്കും. രണ്ടും ഒരു ഫാമിലി ഓർ ലിവിങ് അലോൺ? ഫാമിലി. ഫാമിലി പേഴ്സൺ ആണ്. ഫാമിലി പേഴ്സൺ ആണ്, ബട്ട് ലിവിങ് അലോണോ ആണ്. കാരണം എൻ്റെ വർക്ക് റിലേറ്റഡ് വരുമ്പം ഞങ്ങളുടെ വീട്ടിൽ 2 പട്ടിക്കുട്ടികളുണ്ട്. ഈ 2 പട്ടിക്കുട്ടികളെയും അമ്മ ഇങ്ങനെ 2 മക്കളെ പോലെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് അമ്മ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇപ്പം തന്നെ പട്ടിക്കുട്ടീനെ കാറിലേക്ക് ആക്കിയിട്ട് AC ഒക്കെ കൊണ്ടിട്ടിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക, ഞാൻ എപ്പോഴും എവിടെയെങ്കിലും പോകാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഒരു അമ്മ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ ഫാമിലി. Movies makes that you cry or laugh? Movies makes that I
കൈ എന്താ ഡാഫില് കരയിപ്പിക്കുന്ന സിനിമകളാണോ? എനിക്ക് ഭയങ്കരമായിട്ട് ചിരിക്കുന്ന മൂവീസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മറ്റേ 3 മൂവീസ് ഒക്കെ പോലെ അതും എനിക്കിഷ്ടമാണ്. ഒരു ലവ് കൈൻഡ് വന്നിട്ട് അതിപ്പോ ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും ഞാൻ ആക്ടിങ് നോക്കുന്നു. പിന്നെ ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഞാൻ ഈ മൂവിയിൽ കാണിച്ചിട്ടുണ്ട്. ഡയറക്ട് ചെയ്യുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മുടെ കൂടെ ഇരുന്നതിന് താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ റിലീസ് ചെയ്യാൻ പോവാണ്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന മൂവി ഈ മാസം 30-ാം തീയതി തിയേറ്ററിൽ റിലീസ് ആവുകയാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു നല്ല എൻ്റർടൈനിങ് മൂവിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇനി ഒരുപാട് സിനിമകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ. താങ്ക് യു സോ മച്ച്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു കേട്ടോ. ഒരുപാട് ചോദിക്കാനില്ല, ഇപ്പൊ ആളുകൾ വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ദിസ് ഓർ ദാറ്റ് ഒരു വെറൈറ്റി ആയിരുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടു. സിനിമയിൽ നമ്മൾ അധികം തൊട്ടില്ല, നമുക്ക് എന്തായാലും ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് സംസാരിക്കാം. ശരി, അപ്പൊ കാണാം. ഓക്കെ, താങ്ക് യു.